ഇവിടെ ഈ മുഖ്യമന്ത്രി പെട്ടെന്ന് ഉണർന്നെണീക്കാനുള്ളൊരു കാരണം ഒന്ന്, ഈ മർദ്ദനമേറ്റ യുവതിയും ഭർത്താവും കുറേ കൂടി പ്രിവിലേജ്ഡാണ്. സോഷ്യലി ദിവസം പറഞ്ഞ പോലെ ഫിനാൻഷ്യലി പ്രിവിലേജ്ഡാണ്. അവർക്ക് നിയമ പോരാട്ടം നടത്താൻ അറിയാവുന്ന ആളുകളാണ്. അതൊരു ദളിത് യുവതിക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ ഒരു ധൃതി ഉണ്ടാവില്ല. തിരുവനന്തപുരത്ത് ഒരു ദളിത് യുവതിക്കെതിരെ മാലമോഷണ കേസിൻ്റെ ഒരു പരാതി വന്നു. അപ്പം അങ്ങനെ ഒരു പരാതി വന്ന് അവരെ സ്റ്റേഷനിൽ കൊണ്ട് ഹരാസ് ചെയ്തു. ആ വാർത്ത പുറത്തു വന്നിട്ട് അവർ തന്നെ പരാതികൾ ഉന്നയിച്ചിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായി? മുഖ്യമന്ത്രിക്ക് ഈ ആത്മവീര്യമുള്ള പോലീസിനെ കുറിച്ചോ ആത്മവീര്യമില്ലാത്ത പോലീസിനെ കുറിച്ച് ബോധം വന്നോ? ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങളിലേക്ക് വന്നോ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം വന്നു? ഇല്ല, ഒന്നും ഉണ്ടായില്ല. പട്ടികജാതി കമ്മീഷനിൽ പരാതി കൊടുത്തിട്ട് പട്ടികജാതി കമ്മീഷൻ ഉത്തരവിട്ടതിന് ശേഷമാണ് എന്തെങ്കിലും നടപടി ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഈ മുഖ്യമന്ത്രി പെട്ടെന്ന് ഉണർന്നെണീക്കാനുള്ളൊരു കാരണം ഈ മർദ്ദനമേറ്റ യുവതിയും ഭർത്താവും കുറേ കൂടി പ്രിവിലേജ്ഡാണ്. അവർക്ക് നിയമ പോരാട്ടം നടത്താൻ അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് എന്ത് പെട്ടെന്ന് ഇടപെടേണ്ടത്. അതൊരു ദളിത് യുവതിക്കെതിരെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ ഒരു ധൃതി ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ ഈ ആളുകൾക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്ന സേനയിലെ തന്നെ എതിരാളികൾക്കെതിരെ വ്യാജ റിപ്പോർട്ടുകൾ ചമയ്ക്കുന്ന പോലീസുകാരെ ഈ മുഖ്യമന്ത്രി സംരക്ഷിച്ച് നിർത്തും. അപ്പോൾ ഈ ആത്മവീര്യം എന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന ഇത്തരം ആളുകളെക്കുറിച്ചാണ്. വേറൊരു തരത്തിലൊരു നടപടിയും ഉണ്ടാവില്ല. ഇത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പോലീസ് സേനയെ എങ്ങനെ ഭരിക്കണം എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള ഡിബേറ്റുണ്ട്. ഇപ്പോൾ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ പോലീസ് സേനയെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. അന്ന് പോലീസ് സേന സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ സേന പ്രവർത്തിക്കാൻ പാകത്തിന് സ്വതന്ത്രമാക്കുകയാണ്. അന്ന് അതിനെ രൂക്ഷമായി വിമർശിച്ചതാണ് CPM എന്ന പാർട്ടി. സേനയെ സ്വതന്ത്രമാക്കരുത്, പൊതുപ്രവർത്തകർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഇടമായിരിക്കണം പോലീസ് സ്റ്റേഷൻ, സ്വതന്ത്രമാക്കി വിട്ടാൽ അവർ നശിക്കുന്നത് അന്ന് ആൻ്റണിയുടെ കാലത്ത് വിമർശിച്ചവരാണ് CPM-കാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ്, ഞാൻ സേനയെ സ്വതന്ത്രമാക്കുകയാണ്. അതൊരു പരിധിവരെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒരു CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറിക്കോ ഏരിയ സെക്രട്ടറിക്ക് പോലുമോ സ്റ്റേഷനിൽ ഒരു ആക്സസും ഇല്ല. ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കയറി ചെന്നാൽ അവിടെ പോയി ഇരിക്കാൻ പറയും, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി ഇരിക്കുന്നു പറയും. അത് ശരിയാണ്, സത്യമാണ്. സേനയെ ആ അർത്ഥത്തിൽ സ്വതന്ത്രമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തിക്തഫലം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മിന്നൽ പ്രതാപം മരം കഴിഞ്ഞാടും, ഒരാളും ചോദിക്കാനുണ്ടാവില്ല. പിന്നെ ദിവസമേ പറഞ്ഞില്ലേ, കേരളത്തിലെ സേന ഏറ്റവും മികച്ച സേനയാണെന്ന് പറയുന്നില്ലേ? അത് ശരിയാണ്. അത് ശരിയാവാനുള്ള കാരണം ഇവിടെ ഭരിച്ചവരുടെ എന്തോ ഗുണവധിയാരല്ല. ഇവിടെ ഭരിച്ച ആൾക്കാർ ഈ സേനയെ മികച്ചതാക്കി മാറ്റിയതല്ല. ഇവിടുത്തെ സിവിൽ സൊസൈറ്റി സ്ട്രോങ് ആയതുകൊണ്ടാണ്. നിയമബോധമുള്ള, പൗരബോധമുള്ള, മനുഷ്യാവകാശ ബോധമുള്ള ആളുകളാണ് കേരളത്തിലുള്ളതുകൊണ്ടാണ് പോലീസുകാർ മര്യാദയ്ക്ക് നിൽക്കുന്നത്.